ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് തേങ്ങ പേടയാണ്. അപ്പോൾ ഈ തേങ്ങ നമുക്ക് ആദ്യം തന്നെ ഒന്ന് അരച്ച് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ജാറിലോട്ട് ഇട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി നോക്കാം. ഇത് തയ്യാറാക്കാനുള്ള ഒരു ഫ്രൈ പാൻ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. സ്റ്റൗ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യിട്ട് കൊടുത്തു. ഞാൻ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് പാല് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാൽപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അര കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാലും കൂടെ ഞാൻ ഒഴിച്ചു. അല്പം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് വെള്ളം ഒന്ന് പറ്റാൻ നമ്മുടെ ഇത് റെഡിയായി നോക്കാം. വെള്ളം എല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അതൊന്നുമില്ല. ഇത് ഇളക്കി 2 കവർ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ കൊണ്ട് പേട റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ പേട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ പാല് വേണമെന്നില്ല. പാല് ഞാൻ ഒഴിച്ചതേ ഉള്ളൂ. പാൽപ്പൊടി മാത്രം വെച്ചിട്ടും ചെയ്യാം, പാല് മാത്രം വെച്ചിട്ടും ചെയ്യാം. പാൽപ്പൊടിയും കൂടെ ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അതാണ്. അപ്പോൾ നമുക്കിതൊരു സ്റ്റൗ ഓഫാക്കാം. ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ പേട റെഡിയായി. അപ്പം നമുക്ക് ഇതൊന്ന് തണുക്കാൻ പറ്റും. പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പേട റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വെട്ടിയെടുക്കാം. സ്ക്വയറായിട്ട് വേണമെങ്കിലും വെട്ടിയെടുക്കാം. തേങ്ങ പേട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് ഒടിച്ച് കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ.